എന്തിൻ്റെയും ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണോ അത് ഇത് ചെയ്തത്? ഇനി ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിന് മുമ്പ് വേറെ ഏതെങ്കിലും പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അന്ന് അവർ ആ പീരിയോഡിക് ടേബിൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ മുമ്പിലോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അതായത് കെമിസ്ട്രിയുടെ കുറച്ച് ഹിസ്റ്ററിയും പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ സെലീനയുടെ ബുക്കാണെങ്കിൽ ഇതിൻ്റെ വാലൻസിയെ പറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് പേജ് നമ്പർ 1 മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ വാലൻസി ഓഫ് സം കോമൺ ബേസിക് ആൻഡ് അസിഡിക് റാഡിക്കൽ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അത് നല്ല പച്ച വെള്ളം പോലെ കാണാതെ പഠിച്ചിരിക്കണം. അതിനകത്ത് ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിങ്ങനെ ലോജിക്കായിട്ട് നമുക്ക് പറഞ്ഞു തരാം. എന്നാൽ മോസ്റ്റ് പ്രോബബിലി നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലോജിക്കലി പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലത് കാണാതെ പഠിക്കണം. എന്തൊക്കെയാ? ഈ വാലൻസി, പച്ചവെള്ളം പോലെ വാലൻസി പഠിച്ചാൽ മാത്രമേ അങ്ങോട്ടേക്കുള്ള, ഇപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് വാലൻസിക്ക് വലിയ ഒരു ഇതൊന്നുമില്ല. എന്നാൽ അടുത്ത ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ഒക്കെ വരുന്ന സമയത്ത് വാലൻസി അറിയാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ആദ്യത്തെ ഒരു മിഷനായിട്ട് നിങ്ങൾ എന്തെടുക്കുക, ഈ വാലൻസീസ് എല്ലാം കാണാതെ പഠിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത്. ഇപ്പം ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓർക്കും വാലൻസി, പക്ഷെ നാളെ നോക്കുമ്പോഴത്തേക്കും പലതും മറന്നു പോകും. അപ്പോൾ മറന്നു പോകുന്ന സമയത്ത് വീണ്ടും എടുത്തു വെച്ച് അത് നോക്കുക, വീണ്ടും മറ്റന്നാൾ ഓർത്ത് നോക്കുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം പഠിക്കുമ്പോൾ ഈ വാലൻസി എല്ലാം എന്താവും, കാണാപ്പാടമാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ആദ്യം ചെയ്യുക. കെമിസ്ട്രി പഠിക്കേണ്ട നമുക്ക് ആദ്യം അതാണ് നമുക്ക് ചെയ്യേണ്ടത്, വാലൻസി എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? ഇനി കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക്സ് ഞാനിന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആ ബേസിക്സിൽ നിന്ന് നേരെ പിന്നെ ഈ ചാപ്റ്ററിലോട്ട് കയറാം. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മിഷൽ, ഈ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? മിഷൽ എന്ന് പറഞ്ഞ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? മിഷൽ പറഞ്ഞോ? അറിയാന്ന് പറഞ്ഞാൽ മതിയേ, അറിയത്തില്ല എന്ന് പറയാം. പറഞ്ഞോളൂ. മിഷലെ കേൾക്കാമോ? പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, എന്നാ റെസ്പോണ്ട് ചെയ്തു. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. അറിയാവുന്നത് കാര്യം പറഞ്ഞാൽ അതിങ്ങനെ ഡെഫിനിഷൻ പോലെ കാണാപ്പാഠം പഠിച്ച് അങ്ങനെ പറയണമെന്നൊന്നുമില്ല. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ മാറ്റർ എന്നാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അല്ലേ? ശരിയാ അല്ലേ? സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എൻ എലമെന്റ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ വ്യക്തം. അല്ലേ? ശരിയല്ലേ? കെമിസ്ട്രി പരമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു എലമെന്റിന്റെ ഏറ്റവും ചെറിയ, ഇപ്പൊ നമ്മൾ ഒരു വീട് വെക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ബേസ്മെന്റ് ഇടും. അല്ലേ? ബേസ്മെന്റ് ഇട്ടിട്ട് നമ്മൾ ആദ്യം ഓരോ കട്ട ഇങ്ങനെ അടുക്കി വെച്ചിട്ടല്ലേ ബിൽഡിങ്സ് ഉണ്ടാക്കുക? ആണോ? ആണ്. അപ്പം ആ കട്ടകൾ പോലെയാണ് എന്തെന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു എലമെന്റ്, ഇപ്പൊ ഞാനൊരു പീസ് ഗോൾഡ് ഞാൻ വെട്ടിയെടുക്കുക, ഗോൾഡ് ബിസ്ക്കറ്റ്, ഇങ്ങനെ ഞാൻ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഒരു പീസ് ഗോൾഡ് വെട്ടിയെടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ ഗോൾഡ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്ത്, ഈ ഗോൾഡ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ആറ്റത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്, എലമെന്റിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റംസ് ആണ്. ഓക്കെ ആണല്ലോ? ഈ ആറ്റംസിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂം ചെയ്താൽ ആറ്റത്തിനകത്ത് കുറേ ആൾക്കാരെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു ആറ്റത്തിനെ ഞാനൊന്ന് സൂം ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ആറ്റത്തിനെ സൂം ചെയ്തപ്പം എനിക്ക് കുറേ ആൾക്കാരെ കാണാൻ പറ്റി. അതിൽ 3 ആൾക്കാരുടെ പേര് ഞാൻ പറയാം. അതിൽ ഒരാൾ, ഞാനിങ്ങനെ സൂം ചെയ്തു പോയപ്പം കുറേ ഇലക്ട്രോണുകൾ ഈ ആറ്റത്തിന് ചുറ്റിനും കിടന്ന് കറങ്ങുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റി. അത് പല സ്ഥലത്താണ്, പല ഷെൽസിലാണ് കറങ്ങുന്നത്. ഇനിയും അതിനെ വീണ്ടും സൂം ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഇല്ലേ? ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഇനി ന്യൂക്ലിയസിനെ നമ്മൾ ഒന്നുകൂടെ സൂം ചെയ്യുവാണെങ്കിലോ, നമുക്ക് 2 ആൾക്കാരെ കൂടെ കാണാൻ പറ്റും. പ്രോട്ടോൺ എന്ന് പറഞ്ഞ ആളിനെയും കാണാൻ പറ്റും, ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ആളിനെയും കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? പ്രോട്ടോൺ എന്ന് പറഞ്ഞ ആളിനെയും കാണാൻ പറ്റും, ന്യൂട്രോൺ എന്ന് പറഞ്ഞ ആളെ കാണാനും പറ്റും. ഓക്കെ,
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലമെൻറ്റിൻ്റെ അകത്തുള്ള ആറ്റങ്ങൾ പോലും കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇതിനകത്തുള്ള പ്രോട്ടോണെ ഇലക്ട്രോണെ ന്യൂട്രോണെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനേ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം എന്നാൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. അതിന് നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ആ പ്രോട്ടോണിനാണെങ്കിൽ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് നോ ചാർജാണ്. അതേപോലെ ഈ ഇലക്ട്രോൺസിന് എന്താണ്? ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകെ പറഞ്ഞു തരാം. അപ്പം ഇത്രയും ജസ്റ്റ് ഒന്ന് വരച്ച് ഒന്ന് നോട്ട് ചെയ്തേ. ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിടുക, നോട്ട് ചെയ്യുക കേട്ടോ. ഞാൻ എന്താണ് നമ്മുടെ മിഷയിലും അതേപോലെ സനയും ജസ്റ്റ് ഇതൊന്ന് വരച്ചിട്ടിട്ട് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഒന്ന് വരച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേ. എന്നിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്തോട്ട് കയറാം.
സബ്സ്റ്റൻസ്. കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ. മിഷേലെ കേൾക്കാം. മിഷേലിന് മനസ്സിലായി പറഞ്ഞ കാര്യങ്ങൾ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. കെമിസ്ട്രി എന്തോ പാടാന്ന് പറഞ്ഞേ? കെമിസ്ട്രി നല്ല പാടാന്നാണല്ലോ പറഞ്ഞേ. എന്തോ പ്രശ്നം? സ്കൂളിൽ പഠിപ്പിക്കാൻ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അവര് പോർഷൻ തീർക്കാനുള്ള ഇതിന് പോകുമ്പം മനസ്സിലാവുന്നില്ല അല്ലയോ? കുഴപ്പമില്ല, ടെൻഷൻ ഒന്നും അടിക്കണ്ട. കൂളായിട്ട് നമുക്ക് പഠിച്ചു പോകാന്നുള്ളേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട, നമുക്ക് പഠിപ്പിച്ചു തരാം. ഇച്ചിരി ഈ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൻ്റെ സ്പീഡിലൊന്നും എനിക്ക് പഠിപ്പിച്ചു പോകാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഫിസിക്സും കെമിസ്ട്രി എല്ലാം എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സമയം എടുക്കും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഡിസംബറിനുള്ളിൽ നമുക്ക് പോർഷൻ ഫുള്ള് തീർത്ത് ഒരു 1.5-2 മാസം നമുക്ക് റിവിഷനും തരാം കേട്ടോ. ഓക്കെ. അപ്പം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നാലേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൃത്യം ഓർത്തെടുത്ത് നമ്മൾ പഠിക്കാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യം പഠിക്കുക. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കുക, എന്നാലേ പറ്റുള്ളൂ. ഓക്കെ. അപ്പം നോക്കിയോ, നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കയറാം. ഈ ചാപ്റ്ററിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എലമെന്റ്സ്. എന്താണ് ഈ എലമെന്റ്സ് എന്ന് പറയുന്നത്? എന്താണ് എലമെന്റ്സ്? എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്യുവർ സബ്സ്റ്റൻസ്, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന പ്യുവർ സബ്സ്റ്റൻസിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത്. ആണോ? ശരിയല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അതല്ലേ എലമെന്റ്സ് എന്ന് വായിച്ച്? എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? വൺ ടൈപ്പ് ഓഫ് ആറ്റം. ഇപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം ഞാനൊരു ഉദാഹരണം എടുക്കുകയാണ്. ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് ഫുള്ള് ഓക്സിജൻ, പോട്ടെ, ഒരു ഓക്സിജൻ സിലിണ്ടർ ഞാൻ കൺസിഡർ ചെയ്യാം. ഓക്സിജൻ സിലിണ്ടർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റ് മാത്രമേ ഉള്ളൂ. അതിന് എത്ര ടൈപ്പ് ആറ്റമേ ഉള്ളൂ? ഓക്സിജൻ ഒരു ടൈപ്പ് ആറ്റമേ ഉള്ളൂ. അപ്പം ഓക്സിജന്റെ ആറ്റം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിന്റെ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 8 ഇലക്ട്രോൺസ് ആണ്. ഒന്നാമത്തെ ഷെല്ലിൽ 2. അതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചില്ലയോ നിങ്ങൾ? അല്ലേ? അതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചില്ലേ? ആണോ മിഷേലേ? ആണോ സന? അതെ. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള ഒരു സെയിം സബ്സ്റ്റൻസും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു എലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ. എന്താ? എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് ദാറ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? വൺ ടൈപ്പ് ഓഫ് ആറ്റം. ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ആറ്റം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്യുവർ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് എലമെന്റ്സ് പണ്ട് ഈ ഓരോ എലമെന്റ്സ് കണ്ടുപിടിക്കും തോറും പുതിയ പുതിയ എലമെന്റ്സ് കണ്ടുപിടിക്കും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പം ഇവന് ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് എനിക്കൊന്ന് 1 മാസമായി. ഇദ്ദേഹത്തിന് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇപ്പം സനയ്ക്കും ഒക്കെ തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി. പക്ഷേ എന്താണ്, ദിവ്യയ്ക്കും അതേപോലെ തന്നെ മിഷേലിനും ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയേ ഉള്ളൂ? ഇദ്ദേഹത്തിന് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി, മിഷേലിന് നമ്മൾ ഇന്നേ തുടങ്ങുന്നത് ഇല്ലേ? അപ്പോൾ ഓരോ പുതിയ പുതിയ ആൾക്കാർ വരും തോറും ഞാൻ എന്ത് ചെയ്യണം? ഈ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഇല്ലേ? ശരിയല്ലേ? ശരിയാണോ? ആണ്. അപ്പം ഇതേപോലെ തന്നെയാണ് പുതിയ എലമെന്റുകൾ. ഇപ്പം ആദ്യമൊക്കെ പണ്ട്, അതായത് ഏകദേശം ഒരു 1800-കളിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. 1800. ഇപ്പം 2025 1800-കളിൽ വളരെ ചുരുങ്ങിയ കുറച്ച് എലമെന്റ്സ് മാത്രമേ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളായിരുന്നു. അപ്പം എന്ത് ചെയ്തു? അപ്പം ഒരു പർട്ടിക്കുലർ രീതിയിൽ എന്ത് ചെയ്തു? അവരെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. പക്ഷേ കൂടുതൽ എലമെന്റുകൾ കണ്ടുപിടിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? അപ്പം ആ ക്ലാസിഫൈ ചെയ്ത രീതി പോരാതെ വന്നു. ആ ക്ലാസിഫൈ ചെയ്ത രീതി വെച്ച് പഠിച്ചാൽ എന്ത് പ്രശ്നം വരും? അതിൻ്റെ പല പ്രോപ്പർട്ടീസിനെ പറ്റിയും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ പുതിയ എന്ത് വന്നു? ക്ലാസിഫിക്കേഷൻ എന്താണ്? പുതിയ ഓരോ സയന്റിസ്റ്റുകൾ പുതിയ ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് കൊണ്ടുവന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിനകത്ത് ആദ്യം പഠിക്കാനുള്ളത് ഡോബർണിയസ് ട്രയാഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഡോബർണിയസ് ട്രയാഡിനെ പറ്റി അറിയാമോ? സനയ്ക്ക് അറിയാമോ? സന ഇത് പഠിച്ചിട്ടില്ലായിരുന്നല്ലോ. മിഷേല് പറയാമോ? മിഷേൽ എന്ന് പറഞ്ഞേ. പറഞ്ഞോ. അത് 3 എലമെന്റ്സ് വെക്കും. അതിന്റെ മിഡിൽ എലമെന്റ് ബാക്കി 2 അറ്റോമിക്കിന്റെ സം വെച്ചിട്ട് അങ്ങനെയുണ്ട്. അതായത് നമ്മൾ ഈ ആദ്യത്തെ ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈ ഡു വി നീഡ് ടു ക്ലാസിഫൈ എലമെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി എന്താണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യണം? എന്തിനു വേണ്ടി എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു? പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ആണല്ലോ.
നമുക്ക് ഒരു സാധനം നിർത്തി ഇപ്പം ഒരു ക്ലാസ്സിൽ 4 പേരേ ഉള്ളൂ, അവരെ പറ്റി പഠിക്കാൻ വളരെ സിമ്പിളാണ് ഇല്ലേ? എന്നാൽ ആ ക്ലാസ്സിൽ തന്നെ വീണ്ടും വീണ്ടും അഡ്മിഷൻ വന്ന് അതിനകത്തൊരു 40 പേരാകുമ്പോൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാനും, കാരണം ഓരോരുത്തർ ഓരോ IQ ഉള്ളവരായിരിക്കും ഇല്ലേ? അപ്പം ഓരോരുത്തരുടെ സ്വഭാവം ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തർ മനസ്സിലാക്കുന്ന ആ ഒരു തോത് ഡിഫറെൻ്റ് ആയിരിക്കും ഇല്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരെ അറിഞ്ഞു കണ്ട് പഠിപ്പിക്കും തോറും നമ്മുടെ ഡിഫിക്കൽട്ടി എന്ത് ചെയ്യും? കൂടും. അപ്പം പലരും കൂടുതൽ അപ്പം അതിനു വേണ്ടിയാണ് ഇപ്പം ഒരു 150 പേര് ഒരു 9ാം ക്ലാസ്സിൽ ഒരു 150 പേര് വന്നെങ്കിൽ അവരെന്ത് ചെയ്തു? അവർ ക്ലാസിഫൈ ചെയ്ത് A ഡിവിഷൻ, B ഡിവിഷൻ, C ഡിവിഷൻ, D ഡിവിഷൻ പോലെ ആക്കി. ഒരു 25 പേരുടെ 4 ഡിവിഷനോ അല്ലെങ്കിൽ ഒരു 35 പേരുടെ 4 ഡിവിഷനോ അങ്ങനെയൊക്കെ ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. 150 പേരെ ഒരുമിച്ച് പഠിപ്പിച്ചാൽ മനസ്സിലാവുമോ? അവർക്ക് പഠിപ്പിച്ചാൽ മനസ്സിലാവോ മിഷേലെ? മിഷേൽ ഇല്ല. ഇല്ല. സന ഇല്ല. ഇല്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താക്കുന്നു? നമ്മൾ ഡിവിഷൻസ് ആക്കിയിട്ട് പഠിപ്പിക്കുന്നു. അതേ ഇമ്പാക്റ്റ് തന്നെയാണ് ഇവിടെ ഈ സയന്റിസ്റ്റുകൾ ക്ലാസിഫൈ ചെയ്യുന്നതിൽ കണ്ടത്. എന്താണ്? അതായത് നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എലമെന്റിനെ ആദ്യം ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു 12 എലമെന്റ്സിനെ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ 12 എലമെന്റിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നറിയോ? ഡോബർണിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? ഒന്നാമത്തെ മൂന്നാമത്തെയും എലമെന്റിന്റെ മാസ് നമ്പർ ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ വെച്ചിട്ടുള്ള ഒരു എലമെന്റിനെ കൃത്യമായിട്ട് സെന്ററിലോട്ട് കൊടുത്തു. അതായത് 3 എലമെന്റുകളെ അറേഞ്ച് ചെയ്തു. അതിന്റെ ക്രൈറ്റീരിയ എന്തായിരിക്കണം എന്നറിയാമോ? ഇപ്പം ഇവിടെ എലമെന്റ്, ഇപ്പം ഇവിടെ എ മാസ് നമ്പർ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഇവിടെ XY Z എന്ന് കൊടുക്കുക. ഇവിടെ X മാസ് നമ്പർ A Z, ഇവിടെ വേറെ Y എന്ന് പറയുന്ന എലമെന്റ്, ഇവന്റെ മാസ് നമ്പർ A, ഇവന്റെ മാസ് നമ്പർ Z. ഇവിടെ Z എന്ന് പറയുന്ന എലമെന്റ്, അല്ലെങ്കിൽ പോട്ടെ H എന്ന് പറയുന്ന എലമെന്റ് AZ. ഈ 2 എലമെന്റുകളുടെ മാസ് നമ്പർ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ഈ എലമെന്റിന്റെ മാസ് നമ്പർ കിട്ടണം. ആ രീതിയിലാണ് എന്ത് ചെയ്തത്? അവരതിനെ ക്ലാസിഫൈ ചെയ്തത്. അങ്ങനെ ഒരു 2 ട്രയഡ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് കാൽസ്യം, നോക്കിയോ, കാൽസ്യം 20, 40, അതേപോലെ തന്നെ ബേരിയം 56, 137. അതിന് നടുക്കായിട്ട് എന്താണ്? സ്ട്രോൺഷ്യം, അതായത് 38, 88. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 മാസ് നമ്പർ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നുണ്ടാവും, ഓൾമോസ്റ്റ് ഇത് കിട്ടുന്നുണ്ടാവും. അപ്പം ഇതിനെ നമ്മളൊരു ട്രയാഡ് എന്ന് വിളിച്ചു. ട്രൈ 3. അപ്പം 3 എന്താണ് എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ട്രയാഡ് എന്ന് വിളിക്കുന്നത്. ഡോബർണിയസ് ട്രയാഡ് എന്ന് പറയാൻ കാരണം അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. അതിന്റെ പ്രത്യേകത എന്താ? രണ്ടാമത്തെ എലമെന്റിന്റെ മാസ് നമ്പർ ആദ്യത്തെ അവസാനത്തെ ഒന്നാമത്തെ മൂന്നാമത്തെയും മാസ് നമ്പറിന്റെ ആവറേജ് ആയിരിക്കണം. അങ്ങനെ അടുത്ത ഒരു ട്രയാഡൂടെ അദ്ദേഹം കണ്ടുപിടിച്ചു. Cl 35, 17, അതേപോലെ തന്നെ അയഡിൻ 53, 127, ബ്രോമിൻ 35, 80. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഇത് കിട്ടണം. എന്നാൽ മാത്രമേ എന്താകത്തുള്ളൂ? അത് ട്രയാഡിനകത്ത് ക്ലാസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കുറച്ച് എലമെന്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് എല്ലാം എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ 12ൽ കൂടുതൽ 20 എലമെന്റ് കണ്ടുപിടിച്ചായിരുന്നു ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ കൂടുതൽ എലമെന്റ് കണ്ടുപിടിക്കും തോറും ഈ ട്രയാഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സിലായി അത് ഫെയിലിയർ ആണ്. ആ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ ഇനി എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നത് വളരെ പ്രശ്നമാകുന്നുള്ളത് കണ്ടുപിടിച്ചു സയൻറ്റിസ്റ്റ്. അങ്ങനെയാണ് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്ന ഒരു ലോ ന്യൂലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്നത്. അപ്പം ന്യൂലാൻഡ് പറയുന്ന ഒക്ടേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒക്ടേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒക്ടേവ്സ് എന്ന് പറയുമ്പം ഇപ്പം സപ്തസ്വരങ്ങൾ എന്ന് പറയും. സപ്തസ്വരം എന്ന് പറയുമ്പോൾ 7 എണ്ണേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പം സപ്തസ്വരം സ, രി, ഗ, മ, പ, ധ, നി, സ. അപ്പൊ ഇത് സപ്തസ്വരം തന്നെ 7 എണ്ണേ ഉള്ളൂ. പക്ഷെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ പറയുന്നു. അപ്പൊ ഇത് ഒക്ടേവ. ഇത് എന്താണ്? വെസ്റ്റേൺ മ്യൂസിക് വരുമ്പോൾ ഇത് ഡോ റേ മീ സ അല്ലേ? അത് വെച്ചിട്ട് നമ്മൾ അതിനെയാണ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. 8 ഒക്ടേവ്സ്. അപ്പം ഒക്ടേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി 8 എലമെന്റ് ഫസ്റ്റ് എലമെന്റുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്. ഈ എലമെന്റും സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കും, ഒരേ സ്വഭാവം കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് എത്ര? 12, 13, 14, 15, 8, 9, 10, 11, 12, 13, 14, 15, 16.
പിന്നീട് ഈ 16ാമത്തെ എലമെന്റ് ആയിട്ടുള്ള എ എന്ന് പറയുന്ന എലമെന്റ് ഈ 1ാമത്തെ എലമെന്റുമായിട്ടും 8ാമത്തെ എലമെന്റുമായിട്ടും എന്ത് കാണിക്കും? സിമിലാരിറ്റി കാണിക്കും. പക്ഷേ ഇതും അധികകാലം നിലനിന്നില്ല. കാരണം എന്താണെന്നറിയാമോ? 20 എലമെന്റിൽ കൂടുതൽ കണ്ടുപിടിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇത് ഫെയിലിയർ ആയിപ്പോയി. കാരണം 16ാമത്തെ ആളും 24ാമത്തെ ആളും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നില്ല. പക്ഷെ ഒക്ടേവ്സ് വെച്ചിട്ട് എന്ത് വേണം? ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കണം. പക്ഷെ കാണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ മിഷേലെ? ഇല്ല. ഇല്ല. പറ്റുമോ സന? ഇല്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മെത്തേഡ് എന്ത് ചെയ്തു? ഫെയിലിയർ ആയി. പിന്നീടാണ് മെൻഡലീവ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് ഒരു 10-60 വർഷത്തേക്ക് നിലനിന്ന ഒരു പീരിയോഡിക് ടേബിളാണ്. ഒരു ഓൾമോസ്റ്റ് ഇതൊക്കെ വളരെ ചുരുങ്ങിയ കാലം മാത്രമേ നിലനിന്നുള്ളൂ. അത് കൂടുതൽ എലമെന്റ് കണ്ടുപിടിക്കും തോറും ഈ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിനകത്ത് ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഒരു 60-ൽ കൂടുതൽ എലമെന്റ് കണ്ടുപിടിച്ചപ്പോഴാണ് പിന്നീട് അതിന് പലതും പറയാൻ പറ്റാത്തതായിട്ട് വന്നത്. പല കാര്യങ്ങളും അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ മെൻഡലീവ് അത് അങ്ങനെ ഇതിനെ ഇങ്ങനെ കരുതിയാൽ മതി. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അതിൻ്റെ ആൻസർ 127ആണ്. നിങ്ങൾ ചെയ്തപ്പം 125 കിട്ടിയത്. അപ്പം നിങ്ങൾ എന്നോട് പറയാം, സാറേ ഇത് മതി, ഇതാ അതിൻ്റെ ആൻസർ. നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്, ആണോ? മനസ്സിലായോ? ആണോ മിഷേലെ? ആണോ സന? ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടിയ ആൻസർ ആണോ ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് പല എക്സ്പെരിമെന്റൽ കാൽക്കുലേഷൻ വഴി മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ആൻസർ തന്നെ കിട്ടിയാൽ അത് ശരിയാവുള്ളൂ, ഇല്ലേ? അപ്പം ഇവിടെയും അതേപോലെ തന്നെയാണ്. മെൻഡലീവ്സ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് സത്യമായിരുന്നു. പക്ഷേ കുറേ ഒരു എന്താ പറയുന്നത്, ഒരു 30% കാര്യങ്ങൾ ചുമ്മാ പുള്ളി ഒരു അസംഷൻ്റെ മണ്ടയ്ക്ക് പറഞ്ഞതാണ്. അപ്പോൾ അതും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അങ്ങനെ വിചാരിക്കുക, അല്ലെ? അസംഷൻ, ഇങ്ങനെ വിചാരിക്കുക. ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് ആയിരിക്കും എന്നങ്ങ് നമ്മളങ്ങ് അങ്ങനെ ചിന്തിക്കുക. അതാണ് അസ്യൂം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അസംഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. കുറേ കാര്യങ്ങളൊക്കെ ഒരു 70% കാര്യങ്ങൾ കൃത്യമായിരുന്നു. അപ്പം അതിന് ഈ അസ്യൂം ചെയ്ത കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതും എന്ത് ചെയ്തു? അതും ഫെയിലിയർ ആയിട്ട് ഹെൻറി മോസ്ലി എന്ന് പറയുന്നൊരു സയന്റിസ്റ്റ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പം അദ്ദേഹം ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹം ഈ എലമെന്റിനെ ആറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതിയത്. മറ്റേ ഇതുവരെ ചെയ്ത ആൾക്കാരെല്ലാം എന്താ? ആറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹം ആറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതിയത്. അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോൾ പല എന്താണ് നമ്മുടെ മെൻഡലീവിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് നല്ല ക്രിസ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റി. അതുകൊണ്ട് ഇന്നും നമ്മൾ ഇതാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇനിയും ഇത്രയുമേ ഉള്ളോ? ഇനി നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. സയൻസ് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്, അത് എപ്പോഴും ചേഞ്ച് ചെയ്യാം. ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് കുറേ ആറ്റോമിക് മോഡൽ പഠിക്കാനുണ്ട്. ആദ്യം ഡാൽട്ടൺസ് ആറ്റോമിക് മോഡലാണ് പറഞ്ഞത്. ഡാൽട്ടൺ പറഞ്ഞത് ആറ്റത്തിനെ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണെ പറ്റി പഠിച്ചില്ലേ? അത് ഡിവൈഡ് ചെയ്തുകൊണ്ടല്ലേ ഉണ്ടായത്, ഇല്ലേ? അപ്പോൾ ഡാൽട്ടൺസ് ആറ്റോമിക് മോഡൽ തെറ്റിപ്പോയില്ലേ? പിന്നെ തോംസൺ വന്നു, അതും തെറ്റായിരുന്നു. റുദർഫോർഡ് വന്നു, അതും തെറ്റായിരുന്നു. പിന്നെ ബോർ വന്നു, അത് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഷ്രോഡിംഗറും ഹെയ്സൻബർഗും കൂടെ ചെയ്ത ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്ന മോഡലാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് തെറ്റാം, പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിലും തെറ്റ് സംഭവിക്കാം. പക്ഷേ ഇന്ന് വരെ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? പുതിയ എലമെന്റ് കണ്ടുപിടിക്കുന്ന കൃത്യം ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ വെച്ചിട്ടാണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ നിങ്ങളെ? ഓൺലൈൻ ഇരിക്കുന്നവരെന്ന് പറഞ്ഞേ. സന ക്ലിയർ ആണ് സർ. അപ്പം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്നും എഴുതാനായിട്ടൊന്നുമില്ല. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് പഠിക്കാനേ ഉള്ളൂ. അതായത് ഡോബർണിയർ എന്ന് എഴുതിയിട്ട് അതിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. 3 എക്സാമ്പിൾ പലപ്പോഴും ICSEക്ക് ചോദിച്ചിട്ടുണ്ട്. ആ എക്സാമ്പിൾ ഡോബർണിയറിൻ്റെ എക്സാമ്പിൾ ഇല്ലേ? പെൻസിൽ എടുത്ത്. അപ്പോൾ ആ ഡോബർണിയറിൻ്റെ ആ ഒരു ഇത് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, അത് പഠിക്കുക. അപ്പോൾ അതെന്താ പറഞ്ഞിരിക്കുന്നത്?
നമ്മുടെ മിഷേൽ ഒന്ന് പറഞ്ഞേ ആ ഡോബർണിയറിന്റെ ആ ഒരു സെന്റൻസ് ഒന്ന് വായിച്ചേ. Daubernier grouped the elements in groups of three triads with similar properties, such that the atomic weight of the middle element was the arithmetic mean of the other two. ഓക്കെ, അതായത് എന്താ ഡോബർണിയർ ഗ്രൂപ്പ് ദ എലമെന്റ് ഇൻ ഗ്രൂപ്പ് ഓഫ് 3 വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് സച്ച് ദാറ്റ് ആറ്റോമിക് വെയിറ്റ് ഓഫ് മിഡിൽ എലമെന്റ് വാസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് എന്താണ് അതർ ടു. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ളതേ ഉള്ളൂ. ഒന്നാമത്തെ മൂന്നാമത്തെ എലമെന്റ് ആവറേജ് ആയിരിക്കും, നടുക്കത്തെ എലമെന്റ് ആറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതൊന്ന് ഓർത്തു വെക്കുക. കാണാപ്പാഠം പഠിക്കണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് സ്വന്തം സെന്റൻസിൽ എഴുതാൻ പറ്റുന്നതാണ്. ഇത് ഡെഫിനിഷൻസ് ഒന്നും അങ്ങനെ ചോദിക്കില്ല. ഇനി എക്സാമ്പിൾ പഠിച്ചു വെച്ചോണം, രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളും അതേപോലെ ഡോബറിൻ്റെ ഇതും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ന്യൂലാൻഡിൻ്റെ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ, ന്യൂലാൻഡ് ഒബ്സർവ് ദാറ്റ് വെൻ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ അറ്റോമിക് വെയിറ്റ് every eighth element beginning from any element resembles the first element in physical and chemical properties. അതായത് ഒന്നാമത്തെ എട്ടാമത്തെയും രണ്ടാമത്തെ ഒമ്പതാമത്തെയും മൂന്നാമത്തെയും പത്താമത്തെയും നാലാമത്തെയും പതിനൊന്നാമത്തെയും അഞ്ചാമത്തെയും പന്ത്രണ്ടാമത്തെയും ആറാമത്തെയും പതിമൂന്നാമത്തെയും. മനസ്സിലായോ? അപ്പം എവരി എയ്ത്ത് എലമെന്റ് റിസംബിൾസ് ഫസ്റ്റ് എലമെന്റ് ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ട് നമുക്ക് അതും ആ പച്ച ഇതിൽ എഴുതിയിരിക്കുന്നത് അണ്ടർലൈൻ ചെയ്ത് എടുക്കാം. ഓക്കെ. പിന്നീട് മെന്റലീവ്സിലോട്ട് വരുന്ന സമയത്ത് മെന്റലീവ്സ് എന്താ ചെയ്തത്? മെന്റലീവ്സ് പറയുന്നത് എലമെന്റുകളെ ആറ്റോമിക് മാസിന്റെ അഥവാ മാസ് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ അതേപോലെ തന്നെ പഠിക്കുക. ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ ആറ്റോമിക് മാസസ്. അതായത് ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുമ്പോഴാണ് ഇവർക്കൊരു പീരിയോഡിസിറ്റി. എല്ലാം പോട്ടെ, ഈ പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എന്താണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കേട്ടില്ല. അല്ല, ഇപ്പോൾ ഒരു പീരിയോഡിക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു എന്താണ് ഒരു സബ്ജക്റ്റ് എത്ര സമയമായിരിക്കും എടുക്കുന്നത്? 45 മിനിറ്റ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് ഒരു പീരീഡ് എന്നാണ് പറയുന്നത്, അല്ലയോ? നെക്സ്റ്റ് പീരീഡ് എന്താ? അത് കഴിഞ്ഞിട്ട് അതും 45 മിനിറ്റ്സ് ആണ്. അടുത്ത പീരീഡ് അതും 45 മിനിറ്റ്സ് ആണ്. അടുത്ത പീരീഡ് അതും 45 മിനിറ്റ്സ് ആണ്. അപ്പം ഒരു ഫിക്സഡ് ടൈം ഇടവിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് എന്ന് പറയുന്നത്. ശരിയല്ലേ? ആണോ? അപ്പം അതുകൊണ്ടാണ് ഇതിനെ പീരിയോഡിക് ടേബിൾ എന്ന് പേര് വിളിക്കാൻ കാരണം എന്താ, ഒരു ഫിക്സഡ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയാൽ മാത്രമേ ആ ഒരു സിമിലാരിറ്റി കാണിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം എന്താ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുമ്പോഴാണ് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? സെറ്റാണോ? ഓക്കെ. അപ്പം നോക്കിയോ, ദിസ് അറേഞ്ച്മെന്റ് ഇനേബിൾ മെന്റലീവ് ടു പ്ലേസ് 63 നോൺ എലമെന്റ്സ് അറ്റ് ദാറ്റ് ടൈം ഇൻ വെർട്ടിക്കൽ കോളം ഗ്രൂപ്പ് ആൻഡ് ഇൻ ഹൊറിസോണ്ടൽ റോസ് കോൾഡ് പീരീഡ്. അപ്പോൾ അദ്ദേഹമാണ് കുറേ നിങ്ങൾ അതിൻ്റെ ഇതുണ്ട് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയാമേ, അല്ലെങ്കിൽ ഞാൻ കാണിക്കാം. ഒരു സെക്കൻഡ്. മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ കണ്ടിട്ടുണ്ടോ മിഷേൽ? ഉണ്ട്. കാണിച്ചോ?
വേണ്ട, ഇത് മെന്റലീസ് പീരിയോഡിക് ടേബിൾ ആണ്, നോക്കിക്കോളൂ. ഇതാണ്, ഇത് മെന്റലീസ് പീരിയോഡിക് ടേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം കണ്ടുപിടിച്ച സമയത്ത് 63 എലമെന്റുകളെ, അന്ന് നമുക്ക് അറിവുള്ള 63 എലമെന്റുകളെ പുള്ളി എന്ത് ചെയ്തു, ഇങ്ങനെ വെർട്ടിക്കൽ കോളംസിലും ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ കോളംസ് എന്ന് പറഞ്ഞാൽ എന്താ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, വേണ്ട ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള എത്ര വെർട്ടിക്കൽ കോളംസ് ഉണ്ട്, ഇങ്ങനെയുള്ള എത്ര വെർട്ടിക്കൽ കോളംസ് ഉണ്ട് നോക്കി, എത്ര എണ്ണം ഉണ്ട്, എത്ര വെർട്ടിക്കൽ കോളംസ് ആയിട്ട് അദ്ദേഹം ഒന്ന് അറേഞ്ച് ചെയ്തേ. അതായത് വേണ്ടോ, ഇതൊരു വെർട്ടിക്കൽ കോളം, ഹീലിയം തൊട്ട് താഴോട്ട് 1 2 3 4 5 6 7 8 9 10 11 കണ്ടോ, ഇങ്ങനെ വെർട്ടിക്കൽ കോളവും. അതേപോലെ ഹൊറിസോണ്ടൽ റോസും ഉണ്ട്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങോട്ട് ഹീലിയം ലിഥിയം ബെറിലിയം അതൊരു റോ, നിയോൺ സോഡിയം മഗ്നീഷ്യം അലൂമിനിയം അതൊരു റോ, ആർഗൺ പൊട്ടാസ്യം കാൽസ്യം സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം ക്രോമിയം അതൊരു റോ, അങ്ങനെ റോ. അപ്പം ആദ്യമേ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന പീരിയോഡിക് ടേബിളും 18 വെർട്ടിക്കൽ കോളംസും 7 ഹൊറിസോണ്ടൽ റോസും ആണ് ഉള്ളത്. അപ്പോൾ അതിനു മുമ്പേ റോ ആയിട്ടും കോളമായിട്ടും ഡിസൈൻ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഓക്കെ, അന്ന് അറിവുണ്ടായിരുന്ന 63 എലമെന്റിനെ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ഒരു എന്താണ് വെർട്ടിക്കൽ കോളമാക്കിയും അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ റോസിലും പുള്ളി എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തു. ഇനി വേറൊരു കാര്യം കൂടെ പറയാം, അന്ന് കണ്ടുപിടിക്കാത്ത പല എലമെന്റുകൾക്കും സ്പേസ് അദ്ദേഹം എന്ത് ചെയ്തു, ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അറിവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ കെമിസ്ട്രിയുമായിട്ടുള്ള ഒരു ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഭാവിയിൽ ഒരു എലമെന്റ് കണ്ടുപിടിക്കും, ആ എലമെന്റിന്റെ സ്പേസ് ഞാൻ ഇവിടെ ഇടാൻ പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എന്താണ് പബ്ലിക്കിന് മുമ്പിലേക്ക് ഈ ഒരു സാധനം അവതരിപ്പിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഭാവിയിൽ ഒരു എലമെന്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്, അത് ഈ ഒരു ഭാഗത്ത് കൃത്യം വന്നിരിക്കും, അത് വന്നു. അത് ഏക അലൂമിനിയവും ഏക സിലിക്കണെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അത് ജെർമേനിയവും ഗാലിയവും ജെർമേനിയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് മാറി. അതൊക്കെ പറഞ്ഞുതരാം, അങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ ആണോ? നമ്മുടെ ഓൺലൈൻ ഇരിക്കുന്നവർക്ക് സന അതേപോലെ തന്നെ മിഷേലിനൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം അദ്ദേഹം he predicted the existence of those elements which were yet to be discovered, but this method could not explain the position of certain elements, rare earth metal and isotope. അതായത് ഈ ഐസോറ്റോപ്പുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഐസോറ്റോപ്പുകൾ എന്താണ്? ഐസോറ്റോപ്പുകൾ അതായത് ആറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റും ആയിട്ടുള്ള ആൾക്കാരെയാണ് ഐസോറ്റോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈഡ്രജന് H11 H12 H13. ഓക്കെ, അപ്പോൾ ഇവിടെ മാസ് നമ്പർ ഡിഫറൻ്റ് അല്ലേ, ആണോ? അപ്പോൾ മാസ് നമ്പർ 3 ഡിഫറൻ്റ് ആണെങ്കിൽ ഈ 3 ഹൈഡ്രജനെയും നമ്മുടെ ഈ പീരിയോഡിക് ടേബിളിനകത്ത് അദ്ദേഹം കാണിക്കേണ്ടതല്ലേ? കാരണം അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയത്? മാസ് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതിയത്, ഇല്ലേ? മാസ് നമ്പർ കൂട്ടി പോകുന്ന പോലെ എഴുതിയത്. പക്ഷെ മാസ് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുമായിരുന്നെങ്കിൽ ഈ 3 ഐസോറ്റോപ്പുകൾ ഇവിടെ വരണ്ടേ? കാരണം ഇതിന് 1 ആണ് മാസ് നമ്പർ, ഇത് 2 ആണ്, ഇത് 3 ആണ്, അത് 3 വരണ്ടേ പീരിയോഡിക് ടേബിളിനകത്ത്? പക്ഷേ ഇവിടെ എത്ര ഹൈഡ്രജൻ വന്നിട്ടുണ്ട്? കണ്ടോ, ഇവിടെ ഒരു ഹൈഡ്രജനെ വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓരോ ആൾക്കാർക്കും ഐസോറ്റോപ്പ് ഉണ്ട്. അപ്പം ആ ഐസോറ്റോപ്പുകളെ എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടതായിരുന്നു. ആറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് പുള്ളി എഴുതിയതെങ്കിൽ അങ്ങനെയാണ് പുള്ളി എഴുതിയത്. പക്ഷേ ഐസോറ്റോപ്പുകളെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതൊരു ഫെയിലിയർ ആണ്. മനസ്സിലായോ? അദ്ദേഹം കണ്ടുപിടിച്ചതൊക്കെ ശരിയാണ്. എന്താ, അദ്ദേഹം ഇങ്ങനെ ഇത്രയും ബ്രോഡായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു, 63 എലമെന്റിനെ ക്ലാസിഫൈ ചെയ്തു. ഇനി ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റുകൾക്ക് സ്പേസ് ഇട്ടിട്ട് അതിനൊരു ടെമ്പററി പേര് നൽകി. ഇതെല്ലാം ശരിയാണെങ്കിലും അദ്ദേഹത്തിന് കുറേ ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഒന്ന് ഇപ്പം ഞാനീ പറഞ്ഞത് എന്താ, അദ്ദേഹത്തിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഐസോറ്റോപ്പുകൾക്കൊരു പൊസിഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം എല്ലാ ആളുടെയും ഐസോറ്റോപ്പുകൾ ഒറ്റ സിംഗിളായിട്ട് കൺസിഡർ ചെയ്തിട്ട് സിംഗിൾ ആൾക്കാരെ ഇവിടെ ഇദ്ദേഹം 63 പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 63 പേർക്കും ഐസോറ്റോപ്പ് ഉണ്ട്. പീരിയോഡിക് ടേബിൾ 118 പേരുണ്ട് മോഡൽ, അതിനകത്ത് 118 പേർക്കും ഐസോറ്റോപ്പുകളുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ആ 118 പേർ അവിടെ പക്ഷേ നമ്മൾ ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുന്നത്. ഐസോറ്റോപ്പുകളുടെ ആറ്റോമിക് നമ്പർ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹൈഡ്രജനെ 3 ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം ആറ്റോമിക് നമ്പർ ഇൻക്രീസിങ് ഓർഡറിൽ ഇവിടെ ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ആവുന്നുണ്ടോ? ഇല്ല, സെയിം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ അവിടെ അതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാസ് നമ്പറിനെ മാറ്റിയിട്ട് ആറ്റോമിക് നമ്പർ ആക്കാൻ ഇതുപോലെയുള്ള കുറേ കാരണങ്ങളുണ്ട്. ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്യുക. ഏതാ? പീരിയോഡിക് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദർ ആറ്റോമിക് മാസസ്. പിന്നെ എഴുതേണ്ടത് എന്താ? മെന്റലീസ് ടു പ്ലേ എന്താണ് അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ? മെന്റലീസ് പ്ലേസ്ഡ് 63 എലമെന്റ് നോൺ അറ്റ് ദാറ്റ് ടൈം ഇൻ വെർട്ടിക്കൽ കോളംസ് ആൻഡ് അത് നമുക്ക് എഴുതാം. പിന്നെ ഹി പ്രഡിക്റ്റഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദോസ് എലമെന്റ് വിച്ച് വെയർ നോട്ട് അല്ലെങ്കിൽ വിച്ച് ആർ യെറ്റ് ടു ബി ഡിസ്കവേർഡ്. അതായത് അന്ന് കണ്ടുപിടിക്കാത്ത ഇനി കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള എലമെന്റുകളെ പറ്റി പറഞ്ഞു. അതൊക്കെ ഇതാണ്. പക്ഷെ ഡിസഡ്വാൻറ്റേജ് ആ പച്ച ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ബട്ട് ദിസ് മെത്തേഡ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ പൊസിഷൻ ഓഫ് സർട്ടൻ എലമെന്റ് ആൻഡ് ദ റെയർ എർത്ത് മെറ്റൽ ആൻഡ് ദ ഐസോടോപ്പ്. അപ്പോൾ ഐസോടോപ്പുകളെ പറ്റിയും റെയർ എർത്ത് മെറ്റലിനെ പറ്റിയും പിന്നെ കുറച്ച് എലമെന്റുകളെ പറ്റിയും പുള്ളിക്കാരന് കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് പുള്ളിക്കാരൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഡിഫക്റ്റ് റിമൂവ് ചെയ്തത് ആരാ? ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അത് മോഡേൺ പീരിയോഡിക് ടേബിളിലൂടെയാണ് അത് എന്ത് ചെയ്തത്? അത് ഇത് ചെയ്തത്. അപ്പം അതിൻ്റെ താഴോട്ട് മാർക്ക് ചെയ്യേണ്ടത് ഇതാണ്. മോസ്ലി സ്റ്റേറ്റഡ് ദാറ്റ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് നമ്പർ. അവിടെ മറ്റേടത്ത് എന്തായിരുന്നു? പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് മാസസ് ആയിരുന്നു. ഇവിടെ എന്താണ്? പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് നമ്പർ. ഓക്കെ ആണല്ലോ. ക്ലിയർ ആണോ? സനയ്ക്ക് കാര്യം മനസ്സിലാണ്. ടെക്സ്റ്റ് കൊണ്ടുപോയായിരുന്നു അങ്ങോട്ട്? ഇല്ല സാർ, ഞങ്ങള് പോകുന്നതിന് മുമ്പേ ടെക്സ്റ്റ് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കിട്ടിയില്ല, കാണാതായപ്പോയായിരുന്നു ടെക്സ്റ്റ്. ഇപ്പോഴാ കണ്ടുപിടിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാ? സെലീനയാണോ ഉപയോഗിക്കുന്നത്? ഓക്കെ ഓക്കെ. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് വേറൊരു ബുക്കായിരുന്നല്ലോ. ആ സാർ, ഇപ്രാവശ്യം മാറ്റി. കഴിഞ്ഞ വർഷം വേറെ ആയിരുന്നു. അത് ഇച്ചിരി പാടുള്ള ബുക്കാണ് നിങ്ങളുടെ സ്കൂളിൽ ഉപയോഗിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു അത് ഏതിലായിരുന്നു? ഏതോ ഒരു ഓക്കെ, അത് കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? മിഷേലിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിലേ ഉണ്ടെന്ന് പറയാം കേട്ടോ. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണ്ട. ഓക്കെ. എനിക്ക് ഒത്തിരി സമാധാനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി മനസ്സിലായി എന്ന് പറയണ്ട. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് തന്നെ പറയണം. ഓക്കെ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ പറയണം. 1 10 തവണ പറഞ്ഞു തരുന്നതിന് മടിയില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ പണിയാണ് പഠിപ്പിക്കുക. അത് ഞാൻ വൃത്തിക്ക് ചെയ്യും. ഓക്കെ ഓക്കെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പം ഞാൻ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെ എടുക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം ഇനി അടുത്ത ദിവസം ഞാൻ അടുപ്പിച്ച് കുറച്ച് ദിവസം എടുക്കാം. കെമിസ്ട്രി മാത്സും എടുക്കാം അടുപ്പിച്ച്. നാളെ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് നാളെ എടുക്കാം. ഇന്ന് എനിക്ക് അടുത്തൊരു ക്ലാസ് ഉണ്ട് 7:15. അപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ നിർത്താം. നാളെ കുറച്ചുകൂടെ കൂടുതൽ പഠിപ്പിക്കാം. നാളെ നമുക്കൊരു 1 hour എടുക്കാം. അപ്പോൾ ഇന്ന് ഇച്ചിരി മാത്സ് ക്ലാസ് ഇച്ചിരി താമസിച്ച് പോയതുകൊണ്ടാണ് നമുക്കിത് എടുക്കാൻ താമസിച്ചത്. ഓക്കെ. എന്നാൽ ഞാൻ